എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളിൽ മിക്കവരും ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണല്ലേ? മൊബൈലിലൂടെ സാധനങ്ങൾ വാങ്ങുക എന്നത് ഇപ്പം നമ്മുടെയൊക്കെ ഒരു ശീലമായി മാറി. എന്നാൽ ഈ വലിയ സൗകര്യങ്ങൾക്കിടയിലും ചില ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് സുരക്ഷിതമായ ഓൺലൈൻ ഷോപ്പിംഗിന്റെ ആദ്യപടി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. വാട്സാപ്പിലോ ടെലഗ്രാമിലോ ഒക്കെ നിങ്ങൾക്കെപ്പോഴെങ്കിലും വലിയ ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്ന മെസ്സേജുകൾ വന്നിട്ടുണ്ടോ? അതായത് ദീപാവലി ഓഫർ അല്ലെങ്കിൽ ഓണ ബമ്പർ ഓഫർ എന്നൊക്കെ പറഞ്ഞ് 90% ഡിസ്കൗണ്ട് തരുന്ന ചില ലിങ്കുകൾ. നമ്മളിൽ പലരും വെറുമൊരു ആകാംക്ഷയുടെ പുറത്ത് അതിലൊരിക്കലെങ്കിലും ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാകുമല്ലേ? സത്യത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഇത്തരം ചെറിയ ലിങ്കുകളിൽ നിന്നാണ് പലപ്പോഴും ഓൺലൈനിലെ വലിയ ചതിക്കുഴികൾ തുടങ്ങുന്നത് തന്നെ. ആദ്യം തന്നെ എന്താണ് ഈ ഇ-കൊമേഴ്സ് കെണികൾ അഥവാ ഡിജിറ്റൽ ചതിക്കുഴികൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പ്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് നിങ്ങളിൽ നിന്ന് പണം മുൻകൂറായി തട്ടിയെടുക്കുക, അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കിഴവ് വാഗ്ദാനം ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളോ മോഷ്ടിക്കുക. ഇതുതന്നെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അവർ നിങ്ങളുടെ പണം മാത്രമല്ല, നിങ്ങളുടെ സുപ്രധാനമായ വ്യക്തിവിവരങ്ങൾ കൂടിയാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവബോധമില്ലെങ്കിൽ സുരക്ഷയുമില്ല. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ വീടിന് എത്ര വലിയ താഴ്ത്തു പൂട്ടിയാലും ആ താക്കോൽ അപരിചിതനായ ഒരാളെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അതുതന്നെയാണ് ഡിജിറ്റൽ ലോകത്തും സംഭവിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ അറിവില്ലെങ്കിൽ അവർ വിരിക്കുന്ന വലയിൽ വീകാതിരിക്കാൻ മറ്റ് യാതൊരു പ്രതിരോധമാർഗങ്ങളുമില്ല. നിങ്ങളുടെ അറിവില്ലായ്മയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. അപ്പോൾ എന്തൊക്കെയാണ് ഈ സാധാരണ ഓൺലൈൻ തട്ടിപ്പുകൾ? തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന പ്രധാന കെണികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ, ഇവർ പ്രധാനമായും 3 തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. 1. വ്യാജ വെബ്സൈറ്റുകൾ. 2. ഫിഷിംഗ് ലിങ്കുകൾ. പിന്നെ വ്യാജ കസ്റ്റമർ കെയർ. യഥാർത്ഥ വെബ്സൈറ്റുകളെപ്പോലെ തന്നെ തോന്നിപ്പിക്കുന്ന വ്യാജ സൈറ്റുകൾ ഉണ്ടാക്കുകയാണ് ആദ്യത്തെ രീതി. രണ്ടാമത്തേത്, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് മെസ്സേജിലൂടെ ലിങ്കുകൾ അയക്കുക. ഇനി മൂന്നാമത്തേത്, ഗൂഗിളിൽ കമ്പനികളുടെ കസ്റ്റമർ കെയർ നമ്പർ തിരയുന്നവരെ ലക്ഷ്യമിട്ട് വ്യാജ നമ്പറുകൾ നൽകി വിളിപ്പിച്ച് പണം തട്ടുക. ഇവ 3ഉമാണ് ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. ഇതിന്റെയൊക്കെ പിന്നിലെ പ്രധാന ആകർഷണം എന്താണെന്നറിയാമോ? വലിയ ഡിസ്കൗണ്ടുകൾ. അതാണ് ഈ തട്ടിപ്പിന്റെ അടിസ്ഥാന മനഃശാസ്ത്രം തന്നെ. ഉദാഹരണത്തിന് 50,000 രൂപയുടെ ഫോൺ വെറും 5,000 രൂപയ്ക്ക് ലഭിക്കും എന്ന് കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ പെട്ടെന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കും. മനുഷ്യന്റെ ഈ ഒരു സ്വാഭാവികമായ ആവേശത്തെയാണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. എപ്പോഴും ഓർക്കുക, വളരെ വലുതും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുമായ ഓഫറുകൾക്ക് പിന്നിൽ തീർച്ചയായും വലിയ അപകടങ്ങളുമുണ്ടാകും. ഇനി ഈ തട്ടിപ്പുകാർ നിങ്ങളെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്തു നോക്കാം. ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നതെന്തെന്നാൽ, ഈ 2 വെബ്സൈറ്റ് വിലാസങ്ങൾ തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു വശത്ത് ശരിയായ ആമസോൺ വെബ്സൈറ്റിന്റെ വിലാസം കാണാം, amazon.in. എന്നാൽ മറുവശത്ത് നോക്കൂ, O എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിനു പകരം 0, അതായത് 0 ഉപയോഗിച്ചും കൂടെ ഓഫേഴ്സ് എന്ന് അധികമായി ചേർത്തും ഉണ്ടാക്കിയ വ്യാജ വിലാസമാണിത്. പെട്ടെന്നുള്ളൊരു നോട്ടത്തിലിത് കണ്ടാൽ ഒറിജിനൽ ആമസോൺ ആണെന്നേ നമ്മൾ കരുതൂ, അല്ലേ? ഇത്തരം ചെറിയ അക്ഷരത്തെറ്റുകളിലൂടെയാണ് അവർ നമ്മളെ വളരെ എളുപ്പത്തിൽ കബളിപ്പിക്കുന്നത്. അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് ഒരു സൗജന്യ സമ്മാനം ലഭിച്ചിരിക്കുന്നു. 5 മിനിറ്റിനുള്ളിൽ ഇത് നേടാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ വാചകം നിങ്ങളിൽ പലർക്കും വളരെ സുപരിചിതമായിരിക്കുമല്ലോ. ഈ 5 മിനിറ്റിനുള്ളിൽ എന്നതാണ് ഇവിടത്തെ ഏറ്റവും വലിയ തന്ത്രം. നിങ്ങളെ പരിഭ്രാന്തരാക്കുക, അല്ലെങ്കിൽ സമയം കഴിയുന്നതിനു മുൻപ് പെട്ടെന്ന് പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുക. നിങ്ങൾക്ക് കൃത്യമായി ചിന്തിക്കാൻ സമയം നൽകാതിരിക്കുക എന്നതാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. ആ ഒരു വെപ്രാളത്തിൽ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും നമ്മുടെ സുപ്രധാന വിവരങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് പ്രതിവിധി? സുരക്ഷാ മുൻകരുതലുകൾ അഥവാ നിങ്ങളുടെ ഡിജിറ്റൽ കവചം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺലൈനിൽ പണമടയ്ക്കുന്നതിന് മുൻപ് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. 1. നമ്മൾ നേരത്തെ കണ്ടതുപോലെ വെബ്സൈറ്റിന്റെ അക്ഷരങ്ങൾ കൃത്യമാണോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുക. 2. ബ്രൗസറിൽ വെബ്സൈറ്റ് അഡ്രസ്സിന് മുൻപായി പൂട്ടിവെച്ച ഒരു താഴിന്റെ ചിഹ്നം, അതായത് പാഡ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുക. അത് ആ വെബ്സൈറ്റ് എൻക്രിപ്റ്റഡ് ആണെന്നും സുരക്ഷിതമാണെന്നും സൂചിപ്പിക്കുന്നു. 3. വിശ്വസനീയമായ പേയ്മെന്റ് രീതികൾ മാത്രം ഉപയോഗിക്കുക. സംശയമുള്ള ഒരു സൈറ്റുകളിലും നിങ്ങളുടെ കാർഡ് വിവരങ്ങൾ സേവ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിജിറ്റൽ ഇടപാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എപ്പോഴും ഓർമ്മ വെക്കേണ്ട ഒരു സുവർണ നിയമമാണിത്. നിങ്ങളുടെ OTP അല്ലെങ്കിൽ UPI പിൻ നമ്പർ ഒരിക്കലും ആരോടും പങ്കുവയ്ക്കരുത്. ഒരു യഥാർത്ഥ ബാങ്കോ അല്ലെങ്കിൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലെയുള്ള ഒരു യഥാർത്ഥ സ്ഥാപനമോ ഒരിക്കലും ഫോണിലൂടെയോ മെസ്സേജിലൂടെയോ നിങ്ങളുടെ OTPയോ പിൻ നമ്പറോ ചോദിക്കില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്
പണം സ്വീകരിക്കാൻ നിങ്ങൾക്കൊരിക്കലും പിൻ നമ്പർ നൽകേണ്ടതില്ല. പണം അയക്കാൻ മാത്രമാണ് പിൻ നമ്പർ അടിക്കേണ്ടത് എന്നെപ്പോഴും ഓർക്കുക. ഇത് വളരെ ക്രൂഷ്യലായൊരു കാര്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഓൺലൈനിൽ സുരക്ഷിതമായി ഷോപ്പ് ചെയ്യുക, നിങ്ങളുടെ പണം സംരക്ഷിക്കുക. ഇനി ഈ സ്ലൈഡിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ഉപകാരപ്പെടുന്ന ചില ശീലങ്ങളാണ്. എപ്പോഴും വെബ് ബ്രൗസറുകൾക്ക് പകരം ആ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പുകൾ തന്നെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അത് വാങ്ങിയ മറ്റുള്ളവർ നൽകിയ യഥാർത്ഥ റിവ്യൂകൾ വായിച്ചു നോക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കൊരു തട്ടിപ്പ് നേരിടേണ്ടി വന്നാൽ അയ്യോ നാണക്കേടാണല്ലോ എന്ന് കരുതി അത് മറച്ചുവെക്കാതെ ഉടൻ തന്നെ സൈബർ പോലീസിലോ അല്ലെങ്കിൽ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സുരക്ഷയൊരുക്കും. അവസാനമായി, നിങ്ങൾ ഓൺലൈനിൽ വമ്പൻ ഓഫറുകൾ കാണുമ്പോൾ സ്വയം ഈയൊരു ചോദ്യം ചോദിക്കുക. എവിടെയോ കാണുന്ന, വിശ്വസിക്കാൻ കഴിയാത്ത അത്ര വലിയൊരു ഡിസ്കൗണ്ടിന് വേണ്ടി നിങ്ങൾ വർഷങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ പണയപ്പെടുത്തണോ? ഒരൽപ്പം സാമാന്യബുദ്ധി ഉപയോഗിച്ചാൽ, ആവേശത്തിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം നിർത്തി ചിന്തിച്ചാൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാം. ഓർക്കുക, നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്.